ബാർക്കോഴയിൽ കെ എം മാണിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ അറിവോടെയും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുമെന്ന് കേരള കോൺഗ്രസ് എം അന്വേഷണ റിപ്പോർട്ട്. മുഖ്യമന്ത്രി മോഹം ഉള്ളിൽ വെച്ച് മാണിയെ വെടക്കാക്കി തനിക്കാക്കുക എന്ന ചെന്നിത്തലയുടെ നീക്കമാണ് കേസിന് പിന്നിലെന്നും മാണിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കോൺഗ്രസിനെ വിശേഷിച്ച രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്നതാണ് മാണിക്കെതിരെയുള്ള ബാർക്കോഴ ആരോപണത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ അന്വേഷണ റിപ്പോർട്ട്. രമേശ് ചെന്നിത്തല, പി.സി. ജോർജ്, അടൂർ പ്രകാശ്, ജോസഫ് വാഴക്കൻ എന്നിവരാണ് ബാർക്കോഴയിൽ മാണിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് ഇതിൽ പറയുന്നു. ഉമ്മൻചാണ്ടിക്കും ഗൂഢാലോചനയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. കേരള കോൺഗ്രസിനെയും മാണിയെയും ഇല്ലായ്മ ചെയ്യുകയായിരുന്നു ലക്ഷ്യം. പൂഞ്ഞാറുകാരനായ അഭിഭാഷകൻ ജോയിയുടെ കൊച്ചിയിലെ വീട്ടിൽ വെച്ച് ചെന്നിത്തലയും ജേക്കബ് തോമസും അടക്കമുള്ളവർ ഒത്തുചേർന്നാണ് കേസിൽ മാണിയെ ഫ്രെയിം ചെയ്യാൻ തീരുമാനിച്ചത്. മുൻപ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹം ആർ ചന്ദ്രശേഖരൻ മാണിയെ അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹം അതിന് കൂട്ടുനിന്നില്ല. മുഖ്യമന്ത്രി മോഹം ഉള്ളിൽ വെച്ച് മാണിയെ വെടക്കാക്കി തനിക്കാക്കൂ എന്ന തന്ത്രമാണ് ചെന്നിത്തല പ്രയോഗിച്ചത്. മാണി സർക്കാരിനെ മറിച്ചിട്ട് ഇടതിനൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയാകുമെന്ന ഇവരുടെ കള്ളക്കഥയിൽ ഉമ്മൻചാണ്ടി ക്യാമ്പ് വീഴുകയും എല്ലാറ്റിനും മൗനാനുവാദം നൽകുകയും ചെയ്തു. പിന്നീട് മന്ത്രിസഭ മറിച്ചിടാൻ മാണി നീക്കം നടത്തിയിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി ക്യാമ്പ് തിരിച്ചറിഞ്ഞതോടെ ചെന്നിത്തലയെ പ്രതിരോധിക്കാൻ അവർ തയ്യാറാവുകയായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗൂഢാലോചന വ്യക്തമായ പശ്ചാത്തലത്തിൽ പാർട്ടി കോൺഗ്രസിനൊപ്പം തുടരുന്നത് ഗുണകരമാകില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി വിടേണ്ടെന്നും തോൽവിയുണ്ടായാൽ പാപഭാരം കേരള കോൺഗ്രസിനും മാണിക്കുമാകുമെന്നും ഇതിൽ വിലയിരുത്തുന്നുണ്ട്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. രണ്ടില കമ്മീഷൻ രണ്ട് വള്ളത്തിലോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവ് ജോസഫ് വാഴക്കൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു, കേരള കോൺഗ്രസ് എം നേതാവ് സജി മഞ്ഞക്കടമ്പിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ, മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ.